നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും നവോത്ഥാന പ്രസ്ഥാനങ്ങളും PSC പരീക്ഷയിലെ അവിഭാജ്യ ഘടകമാണ്. ഈ മേഖലകളിൽ നിന്നും LDC ഉൾപ്പെടെയുള്ള പരീക്ഷകളിൽ പ്രതീക്ഷിക്കാവുന്ന ചോദ്യോത്തരങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ 10th ലെവൽ പ്രിലിമിനറി സിലബസിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്നൊരു ടോപ്പിക് ഉണ്ട്. അതിനകത്ത് രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ, സാമൂഹിക മുന്നേറ്റങ്ങൾ, സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനം തുടങ്ങി ഒട്ടനവധി ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ടോപ്പിക്കിലെ മുൻവർഷ ചോദ്യങ്ങളും വളരെയധികം ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങളുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടത് ഏത് വർഷമാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടത് ഏത് വർഷമാണ്? 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടത്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ട യുദ്ധം ഏതാണ്? ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് അടിത്തറയിട്ട യുദ്ധം ഏതാണ്? പ്ലാസി യുദ്ധമാണ്. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. 1757 നടന്ന പ്ലാസി യുദ്ധമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് അടിത്തറയിട്ടത്. പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് ഗവർണർ ആരായിരുന്നു? പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് ഗവർണർ ആരായിരുന്നു? റോബർട്ട് ക്ലൈവ് ആയിരുന്നു. റോബർട്ട് ക്ലൈവ്. 1764 നടന്ന ഏത് യുദ്ധമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് മേധാവിത്വം ഉറപ്പിച്ചത്? അപ്പോൾ 1764 നടന്ന ഏത് യുദ്ധമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് മേധാവിത്വം ഉറപ്പിച്ചത് എന്ന് ചോദിച്ചാൽ അത് ബക്സാർ യുദ്ധമാണ്. ബാറ്റിൽ ഓഫ് ബക്സാർ. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യത്തെ നിയമം ഏതായിരുന്നു? ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യത്തെ നിയമം ഏതായിരുന്നു? 1773 റെഗുലേറ്റിംഗ് ആക്ട്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടത് ഏത് വർഷമാണ്? 1600 ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് അടിത്തറയിട്ട യുദ്ധം ഏതാണ്? പ്ലാസി യുദ്ധമാണ്. 1757. പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് ഗവർണർ ആരായിരുന്നു? റോബർട്ട് ക്ലൈവ്. 1764 നടന്ന ഏത് യുദ്ധമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് മേധാവിത്വം ഉറപ്പിച്ചത്? ബക്സാർ യുദ്ധം. ബക്സാർ യുദ്ധം നടന്ന വർഷം കൂടി ഓർത്തു വെക്കുക, 1764. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യത്തെ നിയമം ഏതായിരുന്നു? 1773 റെഗുലേറ്റിംഗ് ആക്ട് ആയിരുന്നു. അടുത്ത ചോദ്യം, ബ്രിട്ടീഷുകാർക്കെതിരെ 1799 ആരംഭിച്ച പോളിഗർ കലാപം നടന്നത് ഇന്നത്തെ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ്? ബ്രിട്ടീഷുകാർക്കെതിരെ 1799 ആരംഭിച്ച പോളിഗർ കലാപം നടന്നത് ഇന്നത്തെ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തായിരുന്നു? തമിഴ്നാട്ടിലായിരുന്നു. തമിഴ്നാട്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസിന്റെ നേതൃത്വത്തിലായിരുന്നു. വില്യം ജോൺസ്. അടുത്ത ചോദ്യം, 1817 ബക്ഷി ജഗബന്ധുവിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപം ഏതാണ്? 1817 ബക്ഷി ജഗബന്ധുവിന്റെ നേതൃത്വത്തിൽ, ആരുടെ നേതൃത്വത്തിലാണ്? ബക്ഷി ജഗബന്ധുവിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപം ഏതാണ്? പൈഗ കലാപമാണ്. പൈഗ കലാപം. പൈഗ കലാപത്തിന് വേദിയായത് ഇന്നത്തെ ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ്? പൈഗ കലാപത്തിന് വേദിയായത് ഇന്നത്തെ ഒഡീഷയാണ്. ഒഡീഷ. അടുത്ത ചോദ്യം, 1815 കൊൽക്കത്ത കേന്ദ്രമാക്കി ആത്മീയ സഭയ്ക്ക് തുടക്കം കുറിച്ച നവോത്ഥാന നായകൻ ആരാണ്? 1815 കൊൽക്കത്ത കേന്ദ്രമാക്കി ആത്മീയ സഭയ്ക്ക് തുടക്കം കുറിച്ച നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ്. ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. 1828 ഏതു പേരിലാണ് രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം ആരംഭിച്ചത്? ബ്രഹ്മസഭ എന്ന പേരിലാണ് 1828 രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. 1830 അത് എന്തായിട്ട് മാറിയത്? ബ്രഹ്മസമാജമായിട്ട് മാറിയത്. രാജാറാം മോഹൻ റോയിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ തത്വബോധിനി പത്രിക ആരംഭിച്ചത് ആരായിരുന്നു? രാജാറാം മോഹൻ റോയിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ തത്വബോധിനി പത്രിക ആരംഭിച്ചത് ആരായിരുന്നു? ദേവേന്ദ്രനാഥ ടാഗോർ ആയിരുന്നു. ദേവേന്ദ്രനാഥ ടാഗോർ. 1829 റെഗുലേഷൻ 17 എന്ന നിയമത്തിലൂടെ
വില്യം ബെന്റിക് പ്രഭു നിർത്തലാക്കിയ ആചാരം ഏതാണ്? സതിയാണ്. അപ്പോൾ 1829 റെഗുലേഷൻ 17 ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സതി നിർത്തലാക്കലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റെഗുലേഷൻ 17 എന്ന നിയമത്തിലൂടെ വില്യം ബെന്റിക് പ്രഭു നിർത്തലാക്കിയ ആചാരമായിരുന്നു സതി. തുഹഫത്തുൽ മുവാഹിദീൻ അർത്ഥം എന്താണ്? ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം. ഈ കൃതി രചിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ്. ഡൽഹൌസി പ്രഭുവിന്റെ ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ആദ്യത്തെ നാട്ടുരാജ്യം ഏതായിരുന്നു? സത്താറ. എന്നാണ് സത്താറ കൂട്ടിച്ചേർത്തത്? 1848 1856 ദുർഭരണം ആരോപിച്ച ഡൽഹൌസി പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിൽ ലയിപ്പിച്ച നാട്ടുരാജ്യം ഏതാണ്? ഔദാണ്. ഔദ്. 1856 ദുർഭരണം ആരോപിച്ച ഡൽഹൌസി പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിൽ ലയിപ്പിച്ച നാട്ടുരാജ്യം. ഈ ദത്തവകാശ നിരോധന നിയമപ്രകാരം അവസാനമായി കൂട്ടിച്ചേർത്തതും ഏത് തന്നെയാണ്? ഔദ് തന്നെയാണ്. 1857 ഏറ്റവും കൂടുതൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് ഇന്നത്തെ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശിലാണ്. 1857 ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് ഏത് സംസ്ഥാനത്താണ്? ഇന്നത്തെ ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിലാണ്. 1857 മഹത്തായ വിപ്ലവ കാലത്ത് ആരായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽ? ആരായിരുന്നു? കാനിങ് പ്രഭുവായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽ 1857 വിപ്ലവ കാലത്ത്. 1857 വിപ്ലവത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് വിളിക്കപ്പെടുന്നത് ആരാണ്? മംഗൾ പാണ്ഡെ. മംഗൾ പാണ്ഡെയാണ് 1857 കലാപത്തിന്റെ ആദ്യ രക്തസാക്ഷി എന്ന് വിളിക്കപ്പെടുന്നത്. എന്നാണ് മംഗൾ പാണ്ഡെയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത്? 1857 ഏപ്രിൽ മാസം 8-ാം തീയതി. 1857 ഏപ്രിൽ മാസം 8-ാം തീയതിയാണ് മംഗൾ പാണ്ഡെയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത്. 1857 കലാപത്തിൽ എവിടെ കേന്ദ്രീകരിച്ചാണ് ബഹദൂർ ഷായുടെ ജനറലായിരുന്ന ഭക്ത് ഖാൻ കലാപം നയിച്ചത്? ഡൽഹി കേന്ദ്രീകരിച്ചാണ് 1857 കലാപത്തിൽ ബഹദൂർ ഷായുടെ ജനറലായിരുന്ന ഭക്ത് ഖാൻ കലാപം നയിച്ചത്. കലാപകാരികൾക്കിടയിലെ ഏക പുരുഷനായിരുന്ന വനിത എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആരായിരുന്നു? സർ ഹ്യൂഗ്രോസ് ആയിരുന്നു കലാപകാരികൾക്കിടയിലെ ഏക പുരുഷനായിരുന്ന വനിത എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത്. സർ ഹ്യൂഗ്രോസ്. പ്ലേ സ്റ്റോറിൽ നിന്നും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ് അൺഅക്കാഡമി. അപ്പോൾ അൺഅക്കാഡമിയിൽ കേരള PSC ഫോക്കസ് ചെയ്ത് ഒരുപാട് ഫ്രീ കോഴ്സസ് പോകുന്നുണ്ട്. അതായത് ടോപ്പിക് വൈസ് ക്ലാസ്സസ് ആണ്. അൺഅക്കാഡമി ഫ്രീ കണ്ടന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ₹1 പോലും മുടക്കാതെ ഫ്രീ ആയിട്ട് 24 hours നിങ്ങൾക്ക് ക്ലാസ്സസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. 24 hours എന്ന് ഉദ്ദേശിക്കുന്നത് ഇവർ ലൈവായിട്ട് എടുത്ത ക്ലാസ് നിങ്ങൾക്ക് റെക്കോർഡായിട്ട് കിടക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് റെക്കോർഡായിട്ട് അവിടെ കിടക്കും. ആ റെക്കോർഡ് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കാണാൻ സാധിക്കും. അപ്പോൾ ഫ്രീ കണ്ടന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലൈവ് സ്പെഷ്യൽ ക്ലാസ്സസ്, അതായത് എഡ്യൂക്കേറ്റേഴ്സ് ലൈവായിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്ലാസ് എടുത്ത് തരുന്നുണ്ട്. സ്പെഷ്യൽ മാരത്തോൺ ക്ലാസ്സസ്, അതായത് ഒന്നിനു പുറകെ ഒന്നായിട്ട് സ്പെഷ്യൽ ക്ലാസ്സസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഡെയിലി ടെസ്റ്റ് സീരീസ് ഉണ്ട്, സബ്ജക്ട് വൈസ് ആയുള്ള ടെസ്റ്റ് സീരീസ് ഉണ്ട്, മോക്ക് ടെസ്റ്റ് ഉണ്ട്, ലൈവ് ക്യൂസസ് ഉണ്ട്, അൺലിമിറ്റഡ് റെക്കോർഡഡ് സെഷൻസ് ഉണ്ട്. ഇവർ നേരത്തെ എടുത്ത ക്ലാസ് റെക്കോർഡായിട്ട് അവിടെ കിടക്കുന്നതാണ്, നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഫ്രീ കണ്ടന്റ് ആക്സസ് ചെയ്യുന്നത്? ആദ്യം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നും അൺഅക്കാഡമി എന്ന ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത ശേഷം സൈനപ്പ് കൊടുക്കുക. അതായത് നിങ്ങളുടെ പേര് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് സൈനപ്പ് ചെയ്യുക. കോഴ്സിൻ്റെ അവിടെ കേരള PSC എന്ന് ചൂസ് ചെയ്യുക. അപ്പോൾ 3 കോഴ്സസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ഫ്രീ ലൈവ് ക്ലാസ്സസ് എന്ന് കൊടുത്തിട്ടുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ഇൻവൈറ്റ് കോഡ് കൊടുക്കാൻ പറയും. ഈ ഇൻവൈറ്റ് കോഡ് എന്ന് പറയുന്നത് ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ്, ഈ സ്ക്രീനിൽ കാണുന്ന കോഡ് ടിപ്സ് ആൻഡ് ട്രിക്സ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ കണ്ടന്റ് അൺലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് ₹1 പോലും എടുക്കത്തില്ല. ഈ കോഡ് മാത്രം കൊടുത്താൽ മതിയാകും, ടിപ്സ് ആൻഡ് ട്രിക്സ്. അപ്പോൾ ഞങ്ങളുടെ റെഫറൽ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് കൊടുക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ഫ്രീ കണ്ടന്റ് ₹1 പോലും കൊടുക്കാതെ ഫ്രീ കണ്ടന്റ് ആക്സസ് ചെയ്യാൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ അൺഅക്കാഡമി ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യുക. ഓക്കെ. 1857 മഹത്തായ കലാപത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? BD സവർക്കർ ആയിരുന്നു 1857 മഹത്തായ കലാപത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് വിശേഷിപ്പിച്ചത്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ഝാൻസി റാണിയെയാണ്. ഝാൻസി റാണി.
1858 നവംബർ 1 ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണം വിക്ടോറിയ രാജ്ഞിയുടെ കീഴിലായി എന്ന പ്രഖ്യാപനം കാനിങ് പ്രഭു വായിച്ചത് എവിടെ വെച്ച് നടന്ന ദർബാറിലാണ്? അലഹാബാദിൽ വെച്ച് നടന്ന ദർബാറിലാണ് കാനിങ് പ്രഭു ഈ വിളംബരം വായിച്ചത്. 1867 ബോംബെ കേന്ദ്രമാക്കി ആത്മാറാം പാണ്ഡുരംഗിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? പ്രാർത്ഥനാ സമാജമാണ്. വർഷം 1867 ബോംബെ കേന്ദ്രമാക്കി ആരാണ് സ്ഥാപിച്ചത്? ആത്മാറാം പാണ്ഡുരംഗാണ് സ്ഥാപിച്ചത് പ്രാർത്ഥനാ സമാജം. 1875 ദയാനന്ദ സരസ്വതി ബോംബെ ആസ്ഥാനമാക്കി ആരംഭിച്ച പ്രസ്ഥാനം ആര്യസമാജമായിരുന്നു. 1875 ദയാനന്ദ സരസ്വതി ബോംബെ ആസ്ഥാനമായി ആരംഭിച്ച പ്രസ്ഥാനം ഏതായിരുന്നു? ആര്യസമാജം ആയിരുന്നു. വർഷം 1875. 1875 സ്ഥാപിതമായ ഏത് സംഘടനയുമായാണ് 10 തത്വങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നത്? ആര്യസമാജവുമായിട്ടാണ്. ആര്യസമാജം. 1878 ലിട്ടൺ പ്രഭു നടപ്പിലാക്കിയ വെർണക്കുലർ പ്രസ് ആക്ട് എന്ന കരിനിയമം 1882 റദ്ദു ചെയ്ത വൈസ്രോയി ആരായിരുന്നു? റിപ്പൺ പ്രഭുവാണ്. ജനകീയനായ വൈസ്രോയി ആയ റിപ്പൺ പ്രഭുവാണ് നാട്ടുഭാഷാ പത്രനിയമം വെർണക്കുലർ പ്രസ് ആക്ട് നിർത്തലാക്കിയത്. വർഷം 1882. 1878 ഇന്ത്യൻ ബ്രഹ്മസമാജത്തിൽ നിന്നും പിളർന്ന് ആനന്ദമോഹൻ ബോസ്, ശിവാനന്ദ ശാസ്ത്രി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘടന ഏതാണ്? സാധാരണ ബ്രഹ്മസമാജം. ഏതാണ്? സാധാരണ ബ്രഹ്മസമാജമാണ്. ലാഹോർ കേന്ദ്രീകരിച്ച് 1887 ദേവസമാജം എന്ന സംഘടന ആരംഭിച്ചത് ആരായിരുന്നു? ശിവനാരായൺ അഗ്നിഹോത്രിയാണ് ദേവസമാജം. അപ്പം ദേവസമാജം 1887 ശിവനാരായൺ അഗ്നിഹോത്രിയാണ് സ്ഥാപിച്ചത്. 1894 ന്യൂയോർക്കിൽ വേദാന്ത സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. 1894 ന്യൂയോർക്കിൽ വേദാന്ത സൊസൈറ്റി സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. 1897 ശ്രീ രാമകൃഷ്ണ മിഷൻ ആരംഭിച്ചത് ആരായിരുന്നു? സ്വാമി വിവേകാനന്ദനാണ് 1897 ശ്രീ രാമകൃഷ്ണ മിഷൻ ആരംഭിച്ചത്. ആന്ധ്രാപ്രദേശിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് പുതിയ വെളിച്ചം നൽകിയ ഹിതകാരണി സമാജം സ്ഥാപിച്ചത് ആരായിരുന്നു? വീരേശലിംഗം പന്തലുവാണ് ഹിതകാരണി സമാജം സ്ഥാപിച്ചത് ആന്ധ്രാപ്രദേശ് കേന്ദ്രീകരിച്ച്. തമിഴ് ദേശഭക്തി ഗാനമായ ഓടി വിളയാട് പാപ്പ എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതി. ഹിന്ദു മതത്തിലെ കാൽവിൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ദയാനന്ദ സരസ്വതിയാണ് ഹിന്ദു മതത്തിലെ കാൽവിൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ്. ഏത് കലാപത്തിന്റെ പശ്ചാത്തലത്തിലാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആനന്ദമഠം എന്ന നോവൽ രചിച്ചത്? ആനന്ദമഠം എന്ന നോവൽ രചിച്ചത് സന്യാസി കലാപത്തിന്റെ പശ്ചാത്തലത്തിലാണ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് ഏത് വ്യക്തിയാണ്? ദയാനന്ദ സരസ്വതിയാണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത്. ഇദ്ദേഹം രചിച്ച ഒരു കൃതിയാണ് സത്യാർത്ഥ പ്രകാശം രചിച്ചത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ഇദ്ദേഹം ആഹ്വാനം ചെയ്തത് എന്താണ്? വേദങ്ങളിലേക്ക് മടങ്ങാനാണ് സ്വാമി ദയാനന്ദ സരസ്വതി ആഹ്വാനം ചെയ്തത്. അടുത്ത ചോദ്യം, വിധവകളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി 1889 ശാരദാ സദൻ സ്ഥാപിച്ചത് ആരായിരുന്നു? പണ്ഡിത രമാഭായി ആണ് 1889 ശാരദാ സദൻ സ്ഥാപിച്ചത്. സിദ്ധു കാൻഹു എന്നീ സഹോദരന്മാർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാന്താൾ കലാപവുമായിട്ടാണ് സിദ്ധുവും കാനുവും ബന്ധപ്പെട്ടിരിക്കുന്നത്. സാന്താൾ കലാപം. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെട്ട ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? കോൺവാലീസ് പ്രഭുവാണ് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെട്ട ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കോൺവാലീസ് പ്രഭു. വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യത്തെ ഇന്ത്യൻ നാട്ടുരാജ്യം ഏതായിരുന്നു? ഹൈദരാബാദാണ് സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യത്തെ നാട്ടുരാജ്യം. അടുത്ത ചോദ്യം, 1885 ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിൽ എത്ര പ്രമേയങ്ങളാണ് അംഗീകരിക്കപ്പെട്ടത്? 9 പ്രമേയങ്ങളാണ് 1885 ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിൽ അംഗീകരിക്കപ്പെട്ടത്. 1885 എവിടെ വെച്ച് നടത്താൻ തീരുമാനിച്ച ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനമാണ് അവിടെ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് കാരണം മുംബൈയിലേക്ക് മാറ്റിയത്? പൂനെ. അപ്പോൾ പൂനെയിൽ വെച്ചിട്ടാണ് ആദ്യം നടത്താൻ തീരുമാനിച്ചിരുന്നത്.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ ആദ്യമായി ഒരു പ്രമേയം അവതരിപ്പിച്ചത് ഒരു ദക്ഷിണേന്ത്യക്കാരനായിരുന്നു. ആരാണ് ഇദ്ദേഹം? ജി സുബ്രഹ്മണ്യ അയ്യർ. ജി സുബ്രഹ്മണ്യ അയ്യരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ ആദ്യമായി ഒരു പ്രമേയം അവതരിപ്പിച്ചത്. ഒരു ദക്ഷിണേന്ത്യക്കാരനായിരുന്നു. ആരാണ് ഇദ്ദേഹം? ജി സുബ്രഹ്മണ്യ അയ്യർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. ആരാണ് ഇദ്ദേഹം? ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചതും അദ്ദേഹമായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തി ഇന്ത്യൻ പക്ഷിശാസ്ത്രത്തിന്റെ അതായത് ഓർണിത്തോളജിയുടെ പിതാവ് എന്നും അറിയപ്പെടുന്നു. ആരാണ് ഇദ്ദേഹം? A.O. ഹ്യൂം ആണ്. അലൻ ഒക്ടേവിയൻ ഹ്യൂം. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം ആദ്യമായി ഒരു ദക്ഷിണേന്ത്യൻ നഗരത്തിൽ നടന്നത് 1887 ഏതായിരുന്നു ഈ നഗരം? മദ്രാസ്. ചെന്നൈയിൽ വെച്ചിട്ടാണ് 1887 ആദ്യമായി ഒരു ദക്ഷിണേന്ത്യൻ നഗരത്തിൽ വെച്ച് INCയുടെ വാർഷിക സമ്മേളനം നടക്കുന്നത്. 1887 മദ്രാസിൽ വെച്ച്. 1888 അലഹാബാദ് സമ്മേളനത്തിലാണ് ആദ്യമായി ഒരു വിദേശി കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. ആരാണ് ഇദ്ദേഹം? ജോർജ് യൂൾ. ജോർജ് യൂൾ ആണ് 1887 അലഹാബാദ് സമ്മേളനത്തിൽ ആദ്യമായി ഒരു വിദേശി കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. ജോർജ് യൂൾ ആയിരുന്നു ആ വിദേശി. 1889 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു ബ്രിട്ടീഷ് കമ്മിറ്റി സ്ഥാപിതമായി. ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിച്ച ആനുകാലികം ഏതാണ്? ഇന്ത്യയാണ് ആനുകാലികം. 2 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദം അലങ്കരിച്ച ഏക വിദേശി ആരാണ്? 1889 ബോംബെ സമ്മേളനത്തിലും 1910 അലഹാബാദ് സമ്മേളനത്തിലുമാണ് ഇദ്ദേഹം അധ്യക്ഷനായത്. ആരാണ്? സർ വില്യം വേഡർബേൺ ആണ് 2 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദം അലങ്കരിച്ച ഏക വിദേശി. അപ്പൊ ഏതൊക്കെ സമ്മേളനങ്ങളിലാണ് ഇദ്ദേഹം അധ്യക്ഷനായത്? 1889 ബോംബെ സമ്മേളനത്തിലും 1910 അലഹാബാദ് സമ്മേളനത്തിലും. സർ വില്യം വേഡർബേൺ. 2 തവണ INCയുടെ അധ്യക്ഷ പദവി അലങ്കരിച്ച ആദ്യ വ്യക്തി 1885 1892 സമ്മേളനത്തിലാണ് അധ്യക്ഷനായത്. ആരാണ് ഇദ്ദേഹം? WC ബാനർജി ആണ്. ഉമേഷ് ചന്ദ്ര ബാനർജി. 1885 1892 സമ്മേളനത്തിലാണ് അധ്യക്ഷനായത്. 2 തവണ INCയുടെ അധ്യക്ഷ പദം അലങ്കരിച്ച ആദ്യ വ്യക്തിയാണ് WC ബാനർജി. ഏത് വർഷം അമരാവതിയിൽ നടന്ന കോൺഗ്രസ് വാർഷിക സമ്മേളനത്തിലാണ് മലയാളിയായ C ശങ്കരൻ നായർ അധ്യക്ഷനായത്? 1897 1897 അമരാവതി സമ്മേളനം C ശങ്കരൻ നായരായിരുന്നു അധ്യക്ഷൻ. 1895 1902 വർഷങ്ങളിൽ INCയുടെ അധ്യക്ഷ പദവി അലങ്കരിച്ച വ്യക്തി രാഷ്ട്രഗുരു എന്ന് വിളിക്കപ്പെട്ടു. ആരാണ് ഇദ്ദേഹം? സുരേന്ദ്രനാഥ ബാനർജിയാണ്. സുരേന്ദ്രനാഥ ബാനർജിയാണ് രാഷ്ട്രഗുരു എന്ന് വിളിക്കപ്പെട്ടത്. അദ്ദേഹം 1895 1902 വർഷങ്ങളിൽ INCയുടെ പ്രസിഡന്റ് ആയിരുന്നു. അടുത്ത ചോദ്യം, കോൺഗ്രസ് സമ്മേളനത്തിൽ ആദ്യമായി ഔദ്യോഗികമായി സംസാരിച്ച വനിത എന്ന ഖ്യാതി 1890 സ്വന്തമാക്കിയത് ആരാണ്? കോൺഗ്രസ് സമ്മേളനത്തിൽ ആദ്യമായി ഔദ്യോഗികമായി സംസാരിച്ച വനിത എന്ന ഖ്യാതി 1890 സ്വന്തമാക്കിയത് കാദംബനി ഗാംഗുലിയാണ്. കാദംബനി ഗാംഗുലി. INCയുടെ അധ്യക്ഷ പദവിയിൽ ഒരു ദക്ഷിണേന്ത്യക്കാരൻ ആദ്യമായി എത്തിയത് 1891 നാഗ്പൂർ സമ്മേളനത്തിലായിരുന്നു. ആരായിരുന്നു ഇദ്ദേഹം? P. ആനന്ദ ചാർലു ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഒരു ദക്ഷിണേന്ത്യക്കാരൻ ആദ്യമായി എത്തി. 1891 നാഗ്പൂർ സമ്മേളനത്തിലായിരുന്നു ഇദ്ദേഹം അധ്യക്ഷനായത്. ആരായിരുന്നു ഇദ്ദേഹം? P. ആനന്ദ ചാർലു ആയിരുന്നു. ഏത് സംഘടനയുടെ സ്ഥാപനവുമായാണ് സുരക്ഷാ വാൽവ് സിദ്ധാന്തം അതായത് സേഫ്റ്റി വാൽവ് തിയറി ബന്ധപ്പെട്ടിരിക്കുന്നത്? INC. അപ്പം INCയുടെ ഒറിജിന് കാരണമായ സിദ്ധാന്തമാണ് സുരക്ഷാ വാൽവ് സിദ്ധാന്തം അഥവാ സേഫ്റ്റി വാൽവ് തിയറി. മഹാത്മാഗാന്ധി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിൽ അദ്ദേഹം ഒരു പ്രമേയം അവതരിപ്പിച്ചു. ഏത് സമ്മേളനത്തിലാണ് അദ്ദേഹം ആദ്യമായിട്ട് പങ്കെടുത്തത്? 1901 കൊൽക്കത്ത സമ്മേളനത്തിൽ. 1901 കൊൽക്കത്ത സമ്മേളനത്തിലാണ് മഹാത്മാഗാന്ധി ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. ദി ഗെയിം ബേർഡ്സ് ഓഫ് ഇന്ത്യ എന്ന കൃതി രചിച്ച INCയുടെ സ്ഥാപനത്തിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തി A.O. ഹ്യൂം. ഇന്ത്യൻ ഓർണിത്തോളജിയുടെ പിതാവായ A.O. ഹ്യൂം ആണ് ദി ഗെയിം ബേർഡ്സ് ഓഫ് ഇന്ത്യ എന്ന കൃതി രചിച്ചത്. INCയുടെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി INCയെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്?
ഡഫറിൻ പ്രഭുവാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ചത്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന കൃതി രചിച്ചത് ആരായിരുന്നു? ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന കൃതി രചിച്ചത്. 1904 വി.ഡി. സവർക്കറും ഗണേഷ് സവർക്കറും ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് അഭിനവ് ഭാരത് സൊസൈറ്റി. അപ്പൊ അഭിനവ് ഭാരത് സൊസൈറ്റി ഫോം ചെയ്ത വർഷം 1904. ആരെല്ലാം ചേർന്നിട്ടാണ്? വി.ഡി. സവർക്കറും ഗണേഷ് സവർക്കറും ചേർന്നിട്ടാണ്. 1904 ഓർത്തിരിക്കുക. ഇന്ത്യയിൽ വൈസ്രോയി പദം അലങ്കരിച്ച ആദ്യ ജൂത വംശജൻ ആരായിരുന്നു? റീഡിംഗ് പ്രഭുവാണ് ആദ്യത്തെ ജൂയിഷ് വൈസ്രോയി. ഇന്ത്യയിൽ വൈസ്രോയി പദം അലങ്കരിച്ച ആദ്യ ജൂത വംശജൻ ആരായിരുന്നു? റീഡിംഗ് പ്രഭുവായിരുന്നു. തവളകളെ പോലെ വർഷത്തിൽ ഒരിക്കൽ കരഞ്ഞിട്ട് ഒന്നും നേടാനാവില്ല എന്ന് കോൺഗ്രസ് സമ്മേളനങ്ങളെ പരിഹസിച്ച നേതാവ് ആരായിരുന്നു? ബാലഗംഗാധര തിലകനാണ് ഇങ്ങനെ കോൺഗ്രസ് സമ്മേളനങ്ങളെ പരിഹസിച്ചത്. തവളകളെ പോലെ വർഷത്തിൽ ഒരു തവണ കരഞ്ഞിട്ട് ഒന്നും നേടാനില്ല എന്ന് ബാലഗംഗാധര തിലകനാണ് INC സമ്മേളനങ്ങളെ പരിഹസിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമാധാനപരമായ അന്ത്യം കുറിക്കുകയാണ് എന്റെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു? കഴ്സൺ പ്രഭു. കഴ്സൺ പ്രഭുവാണ് INCയുടെ സമാധാനപരമായ അന്ത്യം കുറിക്കുകയാണ് തന്റെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചത്. കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടി എന്ന് പരിഹസിച്ച സ്വാതന്ത്ര്യ സമര നേതാവ് ആരായിരുന്നു? അതും ബാലഗംഗാധര തിലകനാണ്. തവളകളെ പോലെ വർഷത്തിൽ ഒരിക്കൽ കരഞ്ഞിട്ട് ഒന്നും നേടാനില്ല എന്നും അവധിക്കാല വിനോദ പരിപാടി എന്നും ഇദ്ദേഹം INCയെ പറ്റിയാണ് പരിഹസിച്ച് പറഞ്ഞത്. 1906 ഡിസംബർ 30 ഏത് നഗരത്തിൽ വെച്ചാണ് മുസ്ലിം ലീഗ് രൂപം കൊണ്ടത്? മുസ്ലിം ലീഗ് ധാക്കയിൽ വെച്ചിട്ടാണ് രൂപം കൊണ്ടത്. വർഷം 1906 ഡിസംബർ 30. അടുത്ത ചോദ്യം, സ്വദേശി മുദ്രാവാക്യം ആദ്യമായി ഉയർത്തപ്പെട്ട 1905 ബനാറസ് സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു സ്വദേശി മുദ്രാവാക്യം ആദ്യമായി ഉയർത്തപ്പെട്ട 1905 ബനാറസ് സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരായിരുന്നു? ഗോഖലെ ആയിരുന്നു. അടുത്ത ചോദ്യം, കൽക്കത്തയുടെ ചീത്ത സ്വാധീനത്തിൽ നിന്ന് ഇന്ത്യൻ മുസ്ലിങ്ങളെ രക്ഷിക്കാൻ എന്ന മുഖവരയോടെ കഴ്സൺ പ്രഭു നടപ്പിലാക്കിയത് എന്താണ്? ബംഗാൾ വിഭജനമാണ്. അപ്പൊ കൽക്കത്തയുടെ ചീത്ത സ്വാധീനത്തിൽ നിന്നും ഇന്ത്യൻ മുസ്ലിങ്ങളെ രക്ഷിക്കാൻ എന്ന മുഖവരയോടെ കഴ്സൺ പ്രഭു നടപ്പിലാക്കിയത് ബംഗാൾ വിഭജനമാണ്. ഒരു വിദേശ രാജ്യത്ത് ആദ്യമായി ഇന്ത്യൻ പതാക ഉയർത്തിയത് ഒരു വനിതയായിരുന്നു. 1907 ജർമ്മനിയിലെ സ്റ്റുട്ട്ഗർട്ടിൽ വെച്ച് പതാക ഉയർത്തിയ ഈ വനിത ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നു. ആരാണ് ഈ വനിത? മാഡം ഭിക്കാജി കാമയാണ്. മാഡം ഭിക്കാജി കാമ. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തിനും ധൂർത്തിനും എതിരായ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആരായിരുന്നു? ദാദാഭായ് നവറോജിയാണ് സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം, ഡ്രെയിൻ വെൽത്ത് തിയറി സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. സ്വദേശി കപ്പൽ പ്രസ്ഥാനത്തിന് തുടക്കമിട്ട ആരാണ് കപ്പലോട്ടിയ തമിഴൻ എന്ന് അറിയപ്പെട്ടത്? VO ചിദംബരം പിള്ള. VO ചിദംബരം പിള്ളയാണ് കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെട്ടത്. അപ്പോൾ സ്വദേശി കപ്പൽ പ്രസ്ഥാനത്തിന് തുടക്കമിട്ട ആരാണ് കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത്? VO ചിദംബരം പിള്ളയാണ്. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ആരാണ്? സർ സെയ്ദ് അഹമ്മദ് ഖാൻ. സർ സെയ്ദ് അഹമ്മദ് ഖാൻ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ആരാണ്? സർ സെയ്ദ് അഹമ്മദ് ഖാൻ ആണ്. ഏത് ദേശീയ സ്മാരകമാണ് ആദ്യകാലത്ത് ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നറിയപ്പെട്ടിരുന്നത്? ഇന്ത്യ ഗേറ്റ്. ഇന്ത്യ ഗേറ്റ് ആണ് ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്ന് അറിയപ്പെട്ടിരുന്നത്. 1907 1908 സമ്മേളനങ്ങളിലെ അധ്യക്ഷനാണ്. തുടർച്ചയായി 2 വാർഷിക സമ്മേളനങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷനായ ആദ്യ വ്യക്തി. ആരാണ് ഇദ്ദേഹം? റാഷ് ബിഹാരി ബോസ് ആണ്. 1907 1908 സമ്മേളനങ്ങളിലെ അധ്യക്ഷനാണ്. തുടർച്ചയായി കണ്ടിന്യൂസ് ആയിട്ട് 2 വാർഷിക സമ്മേളനങ്ങളിൽ INCയുടെ കോൺഗ്രസ് അധ്യക്ഷനായ ആദ്യ വ്യക്തി ആരാണ്? റാഷ് ബിഹാരി ഘോഷ് ആണ്. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി INCയുടെ അധ്യക്ഷ പദം വഹിച്ചത് ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. അപ്പൊ കാലം എന്നുള്ളത് കലാം എന്ന് വായിച്ച ആൻസർ കിട്ടും. മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി INCയുടെ അധ്യക്ഷ പദം അലങ്കരിച്ചത്.
1907 സൂറത്ത് സമ്മേളനത്തിലാണ് മിതവാദികളും തീവ്രവാദികളും വഴിപിരിഞ്ഞത്. അപ്പോൾ 1907 സൂറത്ത് സ്പ്ലിറ്റിനാണ് മിതവാദികളും തീവ്രവാദികളും വഴിപിരിഞ്ഞത്. ഇവർ വീണ്ടും ഒന്നിച്ചത് 1916 ലക്നൗ സമ്മേളനത്തിലാണ്. അതിന് അധ്യക്ഷത വഹിച്ചത് ആരാണ്? AC മജുംദാർ. അപ്പോൾ 1916 ലക്നൗ സമ്മേളനത്തിലാണ് ഇവര് വീണ്ടും ഒന്നിച്ചത്. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? AC മജുംദാർ ആയിരുന്നു. 1908 ബോംബെയിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട ബാലഗംഗാധര തിലകൻ ബർമയിലെ ഏത് ജയിലിലാണ് തടവ് ശിക്ഷ അനുഭവിച്ചത്? മാണ്ഡലെ ജയിലിലാണ് തടവ് ശിക്ഷ അനുഭവിച്ചത്. ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909 ഏത് പേരിലാണ് കൂടുതൽ പ്രശസ്തമായത്? മിന്റോ മോർലി ഭരണപരിഷ്കാരം എന്ന പേരിലാണ് 1909 ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് പ്രശസ്തമായത്. പ്രമാദ് മിത്ര, ബരീന്ദർ കുമാർ ഘോഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 1902 ബംഗാളിൽ രൂപമെടുത്ത വിപ്ലവ സംഘടന ഏതാണ്? അനുശീലൻ സമിതിയാണ്. ഏതാണ്? അനുശീലൻ സമിതി. മഹാത്മാഗാന്ധിക്ക് ഏറെ പ്രിയങ്കരമായ വൈഷ്ണവ ജനതോ എന്നാരംഭിക്കുന്ന ഗാനം രചിച്ച ഗുജറാത്തി കവി ആരാണ്? നരസിംഹ മേത്തയാണ്. നരസിംഹ മേത്തയാണ് വൈഷ്ണവ ജനതോ എന്നാരംഭിക്കുന്ന ഗാന്ധിജിയുടെ ഏറെ പ്രിയപ്പെട്ട ഗാനമായ വൈഷ്ണവ ജനതോ എന്നാരംഭിക്കുന്ന ഗാനം രചിച്ച ഗുജറാത്തി കവിയാണ് നരസിംഹ മേത്ത. 1906 കൊൽക്കത്തയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് സ്വരാജ് എന്ന പദം ആദ്യമായി പ്രയോഗിക്കപ്പെട്ടത്. ആരായിരുന്നു ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ? ദാദാഭായ് നവറോജിയാണ്. 1906 കൊൽക്കത്തയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ സ്വരാജ് എന്ന പദം ആദ്യമായി പ്രയോഗിക്കപ്പെട്ട ആ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരാണ്? ദാദാഭായ് നവറോജി ആയിരുന്നു സമ്മേളനത്തിലെ അധ്യക്ഷൻ. 1906 കൊൽക്കത്ത സമ്മേളനം. അടുത്ത ചോദ്യം, സമ്പൂർണ്ണ വിപ്ലവം എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവായ ദേശീയ നേതാവ് ആരാണ്? ജയപ്രകാശ് നാരായൺ ആണ് സമ്പൂർണ്ണ വിപ്ലവം എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവായ ദേശീയ നേതാവ്. ആരാണ്? ജയപ്രകാശ് നാരായൺ. ദൈവത്തിന്റെ സേവകർ എന്നർത്ഥമുള്ള ഖുദായി ഖിദ്മത്ഗാർ എന്ന സംഘടന രൂപീകരിച്ചത് ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് ഖുദായി ഖിദ്മത്ഗാർ എന്ന സംഘടന രൂപീകരിച്ചത്. അഴുക്കുചാൽ ഇൻസ്പെക്ടറുടെ റിപ്പോർട്ട് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് കാതറിൻ മേയോയുടെ ഏത് കൃതിയെയാണ്? മദർ ഇന്ത്യ. അപ്പൊ കാതറിൻ മേയോയുടെ മദർ ഇന്ത്യയെയാണ് അഴുക്കുചാൽ ഇൻസ്പെക്ടറുടെ റിപ്പോർട്ട് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ബംഗാളിലെ ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്ന സർ കഴ്സൺ വൈലിയെ 1909 ലണ്ടനിൽ വെച്ച് വധിച്ച വിപ്ലവകാരി ആരാണ്? മദൻലാൽ ദിങ്ര. അപ്പൊ മദൻലാൽ ദിങ്രയാണ് ബംഗാളിലെ ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്ന സർ കഴ്സൺ വൈലിയെ 1909 ലണ്ടനിൽ വെച്ച് വധിച്ച വിപ്ലവകാരി ആരാണ്? മദൻലാൽ ദിങ്രയാണ്. മുസാഫർപൂരിലെ മജിസ്ട്രേറ്റ് ആയിരുന്ന കിങ്സ്ഫോർഡിനെ വധിക്കാൻ ശ്രമിക്കവേ പിടിക്കപ്പെട്ട ഏത് വിപ്ലവകാരിയെയാണ് ബ്രിട്ടീഷുകാർ വിചാരണ ചെയ്ത് തൂക്കിലേറ്റിയത്? ഖുദിരം ബോസിനെയാണ്. ഖുദിരം ബോസ്. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളിൽ ആകൃഷ്ടയായി ഇന്ത്യയിലെത്തിയ മാഡ്ലിൻ സ്ലെയ്ഡ് ഏത് പേരിലാണ് പ്രശസ്തയായത്? മീരാബെൻ. മീരാബെന്നിന്റെ ഒറിജിനൽ പേരാണ് മാഡ്ലിൻ സ്ലെയ്ഡ് എന്നത്. മീരാബെൻ. മര്യാദ, ലീഡർ തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങൾ ആരംഭിച്ച ഏത് INCയുടെ മുൻ അധ്യക്ഷനാണ് മഹാമാന എന്നറിയപ്പെട്ടിരുന്നത്? മദൻ മോഹൻ മാളവിയാണ് മഹാമാന എന്നറിയപ്പെട്ടിരുന്നത്. മര്യാദ, ലീഡർ തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങൾ ആരംഭിച്ച ഏത് INCയുടെ മുൻ അധ്യക്ഷനാണ് മഹാമാന എന്നറിയപ്പെട്ടിരുന്നത്? മദൻ മോഹൻ മാളവിയാണ്. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു എങ്കിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാണ്? ദാദാഭായ് നവറോജി ആയിരുന്നു ഏറ്റവും പ്രായം കൂടിയ വ്യക്തി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷിയായി ഗണിക്കപ്പെടുന്നത് ആരെയാണ്? അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷിയായി ഗണിക്കപ്പെടുന്നത് ആരെയാണ്? പ്രീതിലത വഡേക്കറെയാണ്. പ്രീതിലത വഡേക്കർ. 1913 ലാലാ ഹർദയാലിന്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട വിപ്ലവ സംഘടന ഏതാണ്? ഗദ്ദാർ പാർട്ടിയാണ് 1913 ലാലാ ഹർദയാലിന്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട വിപ്ലവ സംഘടന. ബംഗാൾ കടുവ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ ദേശീയ നേതാവ് ആരായിരുന്നു? ബിപിൻ ചന്ദ്ര പാൽ ആണ് ബംഗാൾ കടുവ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ ദേശീയ നേതാവ്. മുഹമ്മദ് അലി ജിന്നയെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതിപുരുഷൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സരോജിനി നായിഡു. സരോജിനി നായിഡു ആണ് മുഹമ്മദ് അലി ജിന്നയെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതിപുരുഷൻ എന്ന് വിശേഷിപ്പിച്ചത്.
1914 അലഹാബാദ് കേന്ദ്രമാക്കി സേവാ സമിതി ആരംഭിച്ചത് ആരായിരുന്നു? 1914 അലഹാബാദ് കേന്ദ്രമാക്കി സേവാ സമിതി ആരംഭിച്ചത് ആരായിരുന്നു? ഹൃദയനാഥ് ഖുൻസ്രു ആണ്. ഹൃദയനാഥ് ഖുൻസ്രു. 1914 ആനി ബസന്ത് ആരംഭിച്ച ഏത് പത്രത്തിലൂടെയാണ് ഹോം റൂൾ എന്ന സന്ദേശം ജനകീയമാക്കിയത്? 1914 ആനി ബസന്ത് ആരംഭിച്ച ഏത് പത്രത്തിലൂടെയാണ് ഹോം റൂൾ എന്ന സന്ദേശം ജനകീയമാക്കിയത്? ന്യൂ ഇന്ത്യ എന്ന പത്രത്തിലൂടെയാണ്. ന്യൂ ഇന്ത്യ. അവസാനത്തെ ചോദ്യം, ആരുടെ നിർബന്ധപ്രകാരമായിരുന്നു മഹാത്മാഗാന്ധി ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ ഭാഗമായത്? അപ്പോൾ മഹാത്മാഗാന്ധി രാജ്കുമാർ ശുക്ലയുടെ നിർബന്ധപ്രകാരമായിരുന്നു ഏത് സത്യാഗ്രഹത്തിന്റെ? ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ ഭാഗം. നിങ്ങൾ അൺഅക്കാഡമി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന ഒരു പാക്കേജ് ആണ് ഫ്രീ T20 ടെസ്റ്റ് സീരീസ് ഫോർ LDC എക്സാം. അതായത് തിങ്കൾ മുതൽ ശനി വരെ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് സബ്ജക്ട് വൈസ് ആയിട്ടുള്ള 20 മിനിറ്റിന്റെ ചോദ്യങ്ങളുടെ ഒരു ടെസ്റ്റ്, ഒരു ക്വിസ് പോലെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ ഫ്രീ കോഴ്സ് അൺലോക്ക് ചെയ്തു ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്ന കോഡ് യൂസ് ചെയ്ത്, ഞാൻ നേരത്തെ കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ കോഡ് യൂസ് ചെയ്ത് അൺലോക്ക് ചെയ്ത ശേഷം ഈ കോഴ്സ് എടുത്തിട്ട് എൻറോൾ ചെയ്യണം. അതിനകത്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഫ്രീ T20 ടെസ്റ്റ് സീരീസ്. അതെടുത്ത് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ എൻറോൾ എന്ന് പറയുന്ന ബട്ടൺ കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഫോണിൽ മെസ്സേജ് വരും കറക്റ്റ് സമയമാകുമ്പോൾ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൽ കയറിയും ചെയ്യാൻ പറ്റും ആ സമയത്ത് തന്നെ. കൂടാതെ നിങ്ങൾക്കുള്ളൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് പറയുന്നത് ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫോർ LDC പ്രിലിംസ്. അതായത് ഈ വരുന്ന ഡിസംബർ 27-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് കേരള PSCക്ക് വേണ്ടി 10th ലെവൽ പ്രിലിംസിനെ ബേസ് ചെയ്തിട്ട് ഒരു ടെസ്റ്റ്, ഒരു 100 മാർക്സിന്റെ ടെസ്റ്റ് നടത്തുവാണ്. ഇതിൽ ടോപ്പ് 20 വരുന്ന ആൾക്കാർക്ക്, ടോപ്പ് 20 ആൾക്കാർക്ക് അൺഅക്കാഡമിയിൽ 1 വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. ഈ ടെസ്റ്റ് എന്തായാലും ഒന്ന് എൻറോൾ ചെയ്യുക. ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം ഞങ്ങളുടെ കോഡ് കൊടുത്ത ശേഷം ഈ ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നൊരു കോഴ്സ് അവിടെ ഉണ്ട്, അതായത് ഒരു ടെസ്റ്റ് അവിടെ ഉണ്ട്. അത് എൻറോൾ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് വരും. ആ സമയത്ത് കയറി അറ്റൻഡ് ചെയ്ത് ടോപ്പ് 20 നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഇനി അൺഅക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു പുതിയ ബാച്ച് കോഴ്സിന്റെ പേരാണ് പറയുന്നത് നേട്ടം. ഇതൊരു 30 ദിവസത്തെ ക്രാഷ് കോഴ്സാണ്. LDC പ്രിലിംസിനെ മാത്രം ഫോക്കസ് ചെയ്ത് 7 എഡ്യൂക്കേറ്റേഴ്സ് ആണ് ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്നത്. 28 ഡിസംബർ 28-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് അൺഅക്കാഡമി പ്ലസിലാണ്. ഇത് അൺഅക്കാഡമി പ്ലസിലാണ് വരുന്നത്. ഓക്കെ, അൺഅക്കാഡമി പ്ലസ് എടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കോഡ് കൊടുത്താൽ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്ന കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ എന്താണ് പ്ലസ്? പ്ലസ് എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് നോക്കാം. നിങ്ങൾ നേരത്തെ ചെയ്തതുപോലെ കേരള PSC എന്ന് പറഞ്ഞ കോഴ്സ് ചൂസ് ചെയ്യുക. അതിൽ പ്ലസ് എന്ന് പറയുന്ന ഫ്രീ ലൈവ് ക്ലാസ്സസ് ആണ് നിങ്ങൾ നേരത്തെ എടുത്തത്. അതിന് മുകളിൽ പ്ലസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡിഫറെൻറ്റ് കോഴ്സസ് ഉണ്ട്, അതായത് 6 മാസം, 12 മാസം, 24 മാസം, ഇതിലെ ഏത് മാസം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. റെഫറൽ കോഡ് ചോദിക്കും. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എമൗണ്ട് 10% കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഞങ്ങളുടെ കോഡ് മറക്കാതിരിക്കുക. ഇത് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടത്തുള്ളൂ. ഇനി അൺഅക്കാഡമി പ്ലസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പുതിയൊരു ബാച്ച് കോഴ്സ്, ഇത് 12th ലെവൽ യൂണിഫോം പോസ്റ്റിന് വേണ്ടിയിട്ട് 28 ഡിസംബറിന് തുടങ്ങുന്ന 90 ഡേ ബാച്ച് കോഴ്സാണ്. ഇത് 7 എഡ്യൂക്കേറ്റേഴ്സ് തന്നെയാണ് ഇവിടെയും ക്ലാസ് എടുക്കുന്നത്. ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ എല്ലാ കോഴ്സസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് പ്രത്യേകത. ഏത് ബാച്ച് കോഴ്സസ്, അൺഅക്കാഡമി തുടങ്ങിയ കാലം മുതലുള്ള ബാച്ച് കോഴ്സസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അൺഅക്കാഡമിയെ പറ്റി പറയാനുള്ളത്. എന്തായാലും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും ചോദ്യങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾ വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും ഈ ചോദ്യങ്ങളെങ്കിലും ഈ ഭാഗത്ത് നിന്ന് പഠിച്ചിട്ട് എക്സാമിന് പോകാവൂ. കുറച്ച് ചോദ്യങ്ങളോട് ബാക്കിയുണ്ട്, അത് അടുത്തൊരു പാർട്ടിൽ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണാം. താങ്ക്